ഒരു പോലീസ് ഓഫീസർ ഒരു കേസിന് വേണ്ടി ഒരുത്തിനെ അന്വേഷിക്കാൻ ഒരു വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് കയറിയതും ആ വീട്ടിലുള്ള ഒരു പാവ നിലത്ത് വീണു. ആ വീട്ടിലുള്ളവരും പുതിയതായി ആരെങ്കിലും വന്നാൽ ആ പാവ എപ്പോഴും നിലത്ത് വീഴുമെന്ന് പറഞ്ഞു. ആ പോലീസുകാരൻ പാവ എടുത്തു നോക്കി. ഇവന്റെ കയ്യിലുള്ള ഫോട്ടോയിലുള്ള ആളെ പോലെ തന്നെയാണ് അതിനെ കാണാൻ. ആ വീട്ടിലുള്ളവരുടെ അടുത്ത് ആ ഫോട്ടോ കാണിച്ച് ഇവനെ അറിയുമോ എന്ന് ചോദിച്ചു. അതിനയാളും നന്നായി അറിയാം, ഞാൻ ചെയ്ത അവസാന പാവയ്ക്ക് ഇവനായിരുന്നു മോഡൽ എന്ന് പറഞ്ഞു. അതിനാ പോലീസുകാരൻ ഇവനെ കാണാനില്ല, ഇവനെ അന്വേഷിച്ചാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അത്ഭുതം തോന്നിയ അയാളും ഒരു കല്ലെടുത്തു കൊണ്ടുവന്ന് കാണിച്ചേ. ഇതിനെ കൊണ്ടായിരിക്കും അവനെ കാണാത്തതെന്ന് പറഞ്ഞു. ഇതൊരു മന്ത്രക്കല്ലാണ്, ആരെങ്കിലും വിചാരിച്ച് ഇതിൽ തൊട്ടാൽ അവനെ പോലെ തന്നെ നമ്മുടെ രൂപവും മാറും. ആ മോഡലിന് കുറെ കടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരുത്തനെ പോലെയായി മാറാൻ ഈ കല്ല് തൊടാൻ നോക്കിയതും ഞാൻ അതിന് സമ്മതിച്ചില്ല. അപ്പോ എനിക്കൊരു കോൾ വന്നു. ഞാൻ ഫോൺ ചെയ്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവനെ കാണാനില്ല എന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാതെ ഈ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ അയാളും നീ എന്റെ പോലെയായി മാറണമെന്ന് വിചാരിച്ച് ഈ കല്ല് തൊട്ട് മുകളിലുള്ള എന്റെ വൈഫിന്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങി വാ എന്ന് പറഞ്ഞു. ഇപ്പോ ഈ പോലീസ് ആ കല്ല് വാങ്ങിയിട്ട് മുകളിലുള്ള വൈഫിന്റെ അടുത്ത് എത്തി. പുള്ളിയുടെ വൈഫിന്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങിയിട്ട് കണ്ണാടി നോക്കിയപ്പോൾ ഇയാൾ അയാളെ തന്നെ പോലെയായി മാറിയിട്ടുണ്ട്. ഇപ്പൊ അവന്റെ വൈഫ് ഈ പോലീസിനെ കെട്ടിപ്പിടിക്കാൻ വന്നു. അതോടെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആ പോലീസുകാരൻ എന്തിന്റോ അകത്തോ ട്രാപ്പ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ കുറെ നോക്കി, എന്നാൽ അവനെ കൊണ്ട് പുറത്തു വരാൻ പറ്റിയില്ല. കാരണം അവനെ ഒരു പാവയാക്കി മാറ്റിയിരുന്നു. ഇതിനു മുമ്പ് ആ വീട്ടിലേക്ക് വന്നവരെല്ലാം പാവയാക്കി മാറ്റിയിരുന്നു. അവസാനം ആ പോലീസുകാരന് ഒരു പാവയായി മാറി.